ഇന്ന് ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ലോറി കണ്ടെത്തുക എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് അർജുനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയേക്കാം. ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അർജുൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോറിക്ക് സമീപത്തുണ്ടാകും എന്ന് മറ്റ് രണ്ടുപേരെ കൂടി കിട്ടേണ്ടതുണ്ട്. അവരുടെ കാര്യവും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ന് ജില്ലാ ഭരണകൂടവും MLA ഒക്കെ ഇപ്പോഴും പറയുന്നുമുണ്ട്. അപ്പോൾ ഈ അർജുനെ കണ്ടെത്താൻ നമുക്ക് എങ്ങനെ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ അവിടെ വെച്ച് പുലർത്തുന്നത്. ഈ ലോറിക്ക് സമീപത്തുണ്ടാകും എന്ന് കരുതേണ്ട മറ്റ് രണ്ടുപേരുടെ കൂടി കാര്യങ്ങൾ എങ്ങനെയാണ്? മനുപര തീർച്ചയായും ഇത് എല്ലാം ഒരേ പ്രാധാന്യമാണ്. 3 പേരെ കണ്ടെത്താനുണ്ട്. അതിൽ ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരാൻ ഒരു പക്ഷേ കഴിയുക അർജുനിലേക്കായിരിക്കും. കാരണം ലോറിക്കകത്താണ് അർജുൻ ഇത്തരത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് വലിയ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഇത്തരത്തിൽ പുഴയിലേക്ക് ലോറി പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അർജുനെ കണ്ടെത്തുകയായിരിക്കും വളരെ എളുപ്പം. ഒരു പക്ഷേ ഈ ലോറി പുറത്തേക്കെടുത്താൽ ആ ക്യാബിനകത്ത് ഉണ്ടോ എന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ ഈ കാണുന്ന കയർ അത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആ ലോറിക്ക് ബന്ധിപ്പിച്ച കയറാണ്. അവിടെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സംഘത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കയർ ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ആ ലോറിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയ കയറാണ് ഇനി ഒരു ലൈൻ അല്ലേ, അത് പിടിച്ചായിരിക്കും ഇനി അങ്ങോട്ടേക്ക് ആളുകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് പോകാനും ഒക്കെ കഴിയാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു ട്രാക്ക് ഇട്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും മനു, അവിടെ മാൽപ്പയുടെ സംഘങ്ങളും അവിടെയുണ്ട്. ആ കയറാണ് ഈ ലോറിക്ക് ഇപ്പോൾ ബന്ധിപ്പിച്ച് മാൽപ്പയെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് മാത്രമല്ല അതിന്റെ വെള്ളം നമുക്ക് നോക്കിയാൽ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വളരെ തെളിമയുള്ള ഒരു വെള്ളം തന്നെയാണ്. ഇനി വൈകുന്നേരം ആകുന്നതോടുകൂടി വേലിയിറക്ക സമയമാണ്. വെള്ളം വല്ലാതെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനി വളരെ എളുപ്പമാണ് വൈകിട്ട് ഈ തെരച്ചിലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ. ഏതായാലും ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. ഇനി ഏത് രീതിയിലാണ് ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ മാൽപ്പയെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മാൽപ്പ വീണ്ടും ആ കയറ് പിടിച്ച് താഴേക്ക് ഇറങ്ങുന്ന ആ മാൽപ്പ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന കയറാണ്. ഇപ്പോൾ ആ കയറ് ലക്ഷ്യമാക്കി മാൽപ്പ നീങ്ങുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഏതായാലും നിർണായകമായ നിമിഷത്തിലൂടെയാണ് ഈ ശിരൂർ കടന്നു പോകുന്നത്. 2 മാസത്തിലേറെയായി നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം ആ ലോറി ഇന്ന് ഉയർത്താൻ സാധിച്ചാൽ ആ ലോറിക്ക് ക്യാബിനകത്ത് ആ ലോറി ഏത് രീതിയിലുണ്ട് എന്നൊക്കെ അറിയാനുണ്ട്. എന്തായാലും മാൽപ്പ വീണ്ടും തന്റെ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. മാൽപ്പ ഇന്ന് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇത്തരത്തിൽ തെരച്ചിലിനായി ഇന്നെത്തിയത്. മാൽപ്പ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. മാൽപ്പ താഴോട്ട് പോകുന്ന ദൃശ്യങ്ങൾ കാണാം. വീണ്ടും ഒരു വട്ടം കൂടി ഈ ലോറിക്കരികിലേക്ക് എത്താനാണ് മാൽപ്പയുടെ ശ്രമം. എന്തായാലും ആ ബന്ധിപ്പിച്ച കയറാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് ലോറിക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മാൽപ്പയിൽ നിന്നും ലഭിച്ച വിവരം. എന്തായാലും മാൽപ്പ ഇനി ഒരിക്കൽ കൂടി പോയി അതിന്റെ വീഡിയോ ഉൾപ്പെടെയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ മാൽപ്പ നടത്തുന്നത്. അത് നമുക്ക് ഒന്നുകൂടി സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അർജുന്റെ ലോറിയാണോ എന്നത് സംബന്ധിച്ച് മാൽപ്പയുടെ ഉപകരണങ്ങളെല്ലാം താഴേക്ക് ഇറക്കുന്നതാണ്. ഒരു വട്ടം കൂടി ആഴങ്ങളിലേക്ക് ആ ലോറിക്കരികിലേക്ക് ഇപ്പോൾ മാൽപ്പ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഡ്രഡ്ജർ ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നില്ല. കാരണം നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഈ ലോറി അർജുന്റേതല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം കൂടി വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും തെരച്ചിൽ തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ സ്ഥലം ഇത് കൃത്യമായി ഇന്ദ്രപാൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു സ്ഥലമാണ്. അതിന് തൊട്ട് മുകളിലാണ് ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നത്. ഈ മണ്ണിടിച്ചിലിന്റെ ഏറ്റവും വലിയ ആഘാതമുണ്ടായ ഒരു സ്ഥലം വേണം എന്ന് പറയാൻ ഇവിടെ. കാരണം ഈ 8 പേരും മൃതദേഹങ്ങൾ കിട്ടിയത് ഈ പരിസരത്ത് നിന്നാണ്. ആ ചായക്കടയിൽ പോയിരുന്ന മറ്റൊരാളാണ് ലോകേഷും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്തിരുന്ന ജഗന്നാഥനും കാണാതായിരിക്കുന്നത്. ആ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. ഏതായാലും മാൽപ്പ തന്റെ ദൌത്യവുമായി ആഴങ്ങളിലേക്ക് വീണ്ടും പോവുകയാണ്. എന്തായാലും മാൽപ്പ തുടക്കം മുതൽ തന്നെ ഒരു പക്ഷേ നമ്മൾ ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ സമയങ്ങളിൽ മാൽപ്പയെ തടയുന്നതുവരെ നമ്മൾ കാഴ്ചകൾ കണ്ടിരുന്നു. ആ മാൽപ്പ തന്നെയാണ് ഇപ്പോൾ ഈ ലോറി ഇപ്പോൾ ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2 മാസത്തോളം വലിയ തോതിൽ സംവിധാനങ്ങളൊക്കെ തെരച്ചിലൊക്കെ നടത്തി ആ ലോറി കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും മാൽപ്പ ജീവൻ പണയം വെച്ച് 7 നോട്ട്സ് അടിയൊഴുക്ക് സമയത്ത് പോലും അദ്ദേഹം ഇവിടെ തെരച്ചിൽ നടത്തുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഒരുപക്ഷെ നേവി സംഘം പോലും അത് ഇറങ്ങാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ സ്വന്തം റിസ്കിൽ അദ്ദേഹം ഇറങ്ങുന്ന സാഹചര്യം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മാൽപ്പ വീണ്ടും തന്റെ ദൌത്യവുമായി ആ ലോറിക്കരികിലേക്ക് വീണ്ടും പോവുകയാണ്. എന്തായാലും ആ ഒരു സ്ഥിരീകരണം
അത് അർജുന്റെ ലോറിയാണോ എന്നതിനി തേടേണ്ടതുണ്ട്. ഇനി ഇത് ഏത് രീതിയിൽ അത് പുറത്തേക്ക് എത്തിക്കാൻ കഴിയും, അതൊക്കെ ഇനി ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും നിർണായകമായ നിമിഷം തന്നെയാണ്. ഇവിടെ നിന്നും ഇപ്പോൾ ഈ വിവരങ്ങൾ തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഏതായാലും ഈ വാർത്ത ന്യൂസ് 18 ആണ് ഈ സമയത്തും ആദ്യം പുറത്തുവിടുന്നത്. ഇത്തരത്തിൽ ഒരു ലോറി കണ്ടെത്തി എന്ന വിവരം. എന്തായാലും ആ മാൽപ്പയുടെ ശ്രമം അത് ഈ കുടുംബത്തിന് വേണ്ടിയുള്ള ശ്രമമാണെന്ന് ഓർക്കണം. ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടം ഏൽപ്പിച്ചതല്ല. കഴിഞ്ഞ ദിവസം കാർവാറിൽ ചേർന്ന യോഗത്തിൽ പോലും മാൽപ്പയ്ക്ക് ഇത്തരത്തിൽ ഇവിടെ തെരച്ചിൽ നടത്താൻ ക്ഷണമുണ്ടായിരുന്നില്ല. അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ടായിരുന്നു താൻ എത്തും, ആ അർജുന്റെ അമ്മയ്ക്ക് ഒരു വാക്ക് നൽകിയിട്ടുണ്ട്, അതിനായി താൻ ഇവിടെ വരുമെന്നായിരുന്നു അദ്ദേഹം ന്യൂസ് 18 പോലും പ്രതികരിച്ചിരുന്നത്. എന്തായാലും ആ കയർ ലക്ഷ്യമാക്കി വീണ്ടും മാൽപ്പെ നീങ്ങുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ തത്സമയം ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാൽപ്പെ ഇതുവരെ കരയിലേക്ക് കയറി വന്നിട്ടില്ല, അവിടെ തന്നെ തങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായി ഇത് അറിയേണ്ടതുണ്ട്, ഏത് രീതിയിലാണ് ഇതുള്ളത്. ഏതായാലും വെള്ളം വളരെ തെളിച്ചം ഉള്ള വെള്ളമായതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചറിയാൻ പറ്റും. അതിന്റെ നിറവും മറ്റും ഇനി അറിയേണ്ടതുണ്ട്. ഭാരത് ബെൻസ് വെള്ള കളറുള്ള ഒരു വാഹനമാണ് അർജുൻ ഓടിച്ചിരുന്നത്. ആ ലോറിയാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ആ ലോറിയാണ് കാണാമറയത്ത് ആയിട്ട് ഇപ്പോൾ 2 മാസമായിരിക്കുന്നത്. ആ മറ്റേതെങ്കിലും ലോറി നേരത്തെ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. എന്തായാലും ഇതിൽ ഈ ദുരന്തത്തിൽ ഒരു ദൃക്സാക്ഷി പോലും ഇല്ല എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു ആശങ്ക ഉയർത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇതിലൊരു സ്ഥിരീകരണം ഔദ്യോഗികമായി ലഭിക്കേണ്ടതുണ്ട്. അനൌദ്യോഗികമായി പോലും നമുക്ക് അത് അർജുന്റെ ലോറിയാണ് ഇതിലുള്ള സ്ഥിരീകരണം ഇപ്പോഴും ഇല്ല. പക്ഷേ ഒരു ലോറി കണ്ടെത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. മനു.